എല്ലാവർക്കും നമസ്കാരം. ഞാനേ അപ്പോൾ ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, അപ്പോൾ എനിക്ക് വളരെ തമാശയായിട്ട് തോന്നി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പ്രസ്താവനയാണ്. അത് പ്രസ്താവന എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു അഭ്യർത്ഥനയാണ് ശരിക്കും. അതായത് PV അൻവറിനോട് പറയുന്നു, സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളും ആഭ്യന്തര വകുപ്പിനും മറ്റും എതിരായിട്ട് അദ്ദേഹം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രസമ്മേളനങ്ങളും മറ്റും തുടങ്ങിയ സമീപനങ്ങളിൽ നിന്ന് പിന്തിരിയണം എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുകയാണ്. അതിനും ഒരു CPM സ്വതന്ത്ര MLA ഉണ്ട്. അദ്ദേഹം പാർട്ടി അംഗമല്ല, എങ്കിലും അദ്ദേഹം ഒരു പാർലമെൻറ്റ് ബോർഡ് മെമ്പറാണ്. ഒരു പാർട്ടി പ്രവർത്തകനാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ചില ഫോർമാലിറ്റീസ് ഉണ്ട് CPMന് പുറത്താക്കാൻ. അത് ചെയ്ത കുറ്റത്തിൻ്റെ തീവ്രത അനുസരിച്ചിട്ട് ശാസിക്കലാവാം, തരം താഴ്ത്തലാവാം, അല്ലെങ്കിൽ സസ്പെൻഷൻ, പുറത്താക്കൽ, അങ്ങനെ പോകും. ഒരു സ്വതന്ത്ര അല്ലെങ്കിൽ ഒരു പാർട്ടി ഈ സഹയാത്രികനോട് ഇത്രയും വലിയ ഒരു അനുഭാവം CPM കാണിക്കുന്നത് വളരെ അത്ഭുതമായിട്ട് തോന്നി. അദ്ദേഹത്തിനെ പാർട്ടിക്ക് ഇതിലും ചെറിയ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളോടൊക്കെ CPM ചെയ്തിട്ടുള്ള ശിക്ഷാ നടപടികൾ നമ്മൾക്കൊക്കെ അറിയാം. അതിനേറെ VS അച്യുതാനന്ദനോട് പോലും ഇങ്ങനത്തെ ഒരു സമീപനമല്ല പാർട്ടി എടുത്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധേയമാക്കണം എന്നാണ് ഒരു യുവ നേതാവ് VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ. പക്ഷെ എന്തുകൊണ്ടാണ് PV അൻവറിനോട് ഇങ്ങനത്തെ ഒരു മൃദു സമീപനം CPM എടുക്കുന്നത് എന്നുള്ളത് അതൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. അദ്ദേഹം ഒരു MLA ആണ്. അദ്ദേഹത്തിനെ പുറത്താക്കുന്നത് കൊണ്ട് സർക്കാർ താഴെ വീഴുകയോ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയോ അങ്ങനെ ഒന്നുമില്ല. 99 സീറ്റുകളോട് കൂടിയിട്ടാണ് CPM ഭരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ എന്തോ ഉണ്ട്. അതായത് അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പിറകിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട് എന്നും ആണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിലും ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ അഭ്യർത്ഥന കിട്ടിയതിന് ശേഷം, കണ്ടതിന് ശേഷം PV അൻവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുന്നു എന്നാണ്. അപ്പോഴും ഇത് ഞാൻ നിർത്താൻ തയ്യാറില്ല. ഒരു മാസത്തെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട്, ഒരു മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായില്ലെങ്കിൽ ഇനിയും സംസാരിക്കുന്നതാണ് അത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും PV അൻവർ ഇപ്പോൾ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് മുഖ്യമന്ത്രിനായിട്ടുള്ള ഫോട്ടോ ഒഴിവാക്കി ഇപ്പോൾ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ഒരു ഫോട്ടോണ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മിക്കവാറും നമുക്കിത് അൻവർ ഒറ്റയ്ക്കാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അൻവറിൻ്റെ കൂടെ അല്ലെങ്കിൽ അൻവറിനെ വെച്ചിട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു കൂട്ടം നേതാക്കന്മാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ നമുക്കറിയാലോ, ഇത്രയും ഒരു മാസത്തോളമായി അല്ലെങ്കിൽ നമ്മുടെ അൻവർ ഈ വാർത്താ സമ്മേളനങ്ങൾ നടത്തലും പ്രശ്നങ്ങൾ ഉന്നയിക്കലും തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് വരെ ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വരുന്നത് വരെ സൈബർ കടന്നൽക്കൂട്ടങ്ങളോ അല്ലെങ്കിൽ
മറ്റ് നേതാക്കന്മാരോ ആരും പ്രത്യേകിച്ച് ഒരു നിലപാടില്ലാണ്ടിരിക്കുകയായിരുന്നു, എന്ത് പറയണം ഏത് പറയണം എന്നതിനെ കുറിച്ചിട്ട്. അതേസമയത്ത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വന്നതിന് ശേഷം അങ്ങനെ നേതാക്കന്മാരങ്ങനെ അങ്ങനെ അങ്ങനെ അൻവറിനെതിരായിട്ട് ഇങ്ങനെ ഇറങ്ങി കളിക്കുകയാണ്. അൻവറിനെ ആയിട്ട് ഇറങ്ങി കളിക്കേണ്ടതൊന്നും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇനിയും അൻവർ രംഗത്ത് വരും. അപ്പോഴും CPM എന്ത് നിലപാടാണ് സ്വീകരിക്കണമെന്ന് നമുക്ക് നോക്കിക്കാണാം. നമസ്കാരം.